എന്താണ് നമ്മുടെ കൊച്ചു കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്? മുമ്പ് ഒരുപാട് ഒരു 10-15 വർഷം മുമ്പ് രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു. മനുഷ്യന്മാര് എന്താ പറയാ, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പരസ്പരം തമ്മിലടിക്കാൻ. അതൊക്കെ മാറി. ഉപ്പാനെ കൊല്ലണ്, അച്ഛനെ കൊല്ലണ്, അമ്മനെ കൊല്ലണ്, മക്കളെ കൊല്ലണ്, സഹപാഠികളെ കൊല്ലണം. എന്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ അതെ പ്ലാൻ ചെയ്തിട്ടാണ്. അതെ, ഇൻസ്റ്റാഗ്രാമില് അവരെ വോയിസുകൾ കേട്ട സ്ഥിതിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നിയമത്തിനെ കുറിച്ചൊക്കെ വളരെയധികം ബോധേഡാണ്. ഒരാൾ പോലീസുകാരന്റെ മകനാണ്. ഭയങ്കര ബോധേഡാണ് അവര് നിയമത്തിനെ കുറിച്ചിട്ട്. അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ആൾക്കൂട്ട കൊലപാതകമാണ്, ഇപ്പൊ നമുക്കെതിരെ ഒന്നും കേസ് വരില്ല, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പിന്നെ പറയുന്നത് പറഞ്ഞാല് അവന്റെ തല അടിച്ചു പൊളിച്ചിട്ടുണ്ട്, അവന്റെ കണ്ണു നോക്ക്. ഇതൊക്കെ പറയുമെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷഹബാസിന്റെ ഉപ്പ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വലിയ ആളുകൾ അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത്. നെഞ്ചൊക്കെ വെച്ച് അടിച്ചു അതുകൊണ്ട് മാത്രമല്ല, ഇത് വലിയ ആളുകളുടെ ഇടപെടലുകൾ ഇതിലുണ്ടോ, അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടപെടൽ ഇതിലുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷണം. ഈ കുട്ടികളിലേക്ക് മാത്രം ഈ അന്വേഷണം പോകരുത് എന്നുള്ളതാണ്. ഇതിന്റെ മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ പറയുമെങ്കിൽ പോലും ഇപ്പോ അഫാന്റെ കൊലപാതകം, അഫാൻ നടത്തിയിട്ടുള്ള ഒരു കൊലപാതക സീരീസ് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് വരെ നടത്തുന്ന ഒരു സീരീസ് ഓഫ് കൊലപാതകങ്ങളാണ്. അതിലും റഹീം എന്ന് പറയുന്ന പിതാവ് വന്നിട്ട് പറഞ്ഞത് അങ്ങനെ അത്രയും വലിയ ഘടകങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. അത് ഞാൻ മനസ്സിലാക്കണമെന്ന് അറിയാം. അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പലരോടും കടം ചോദിച്ചു. അവർക്ക് കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. ആ കടം ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല, അതിനവർ കാച്ചി. ഇതിൽ ഉപ്പാടെ ജ്യേഷ്ഠന്റെ ഭാര്യനെയും ഉപ്പാടെ ഉമ്മാനൊക്കെ ഇവൻ കൊല്ലാനുള്ള കാരണം വെച്ചാല് അവരൊന്നും പരിഹാസങ്ങൾ ഇവർക്കെതിരെ വന്നു, ഒരുപാട് പരിഹാസങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ കടം മേടിച്ചു ചോദിച്ചില്ല. പിന്നെ ലത്തീഫിനെ കൊല്ലാനുള്ള കാരണം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടീനെ കല്യാണം കഴിക്കാൻ അനുവദിച്ചില്ല, അങ്ങനെ ഒരുപാട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാരണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് ആളുകൾ പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ ഒരു ജീവിത രീതി, ലഹരി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ലഹരി എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. പിന്നെ പറയുന്നുണ്ട് സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത്ര കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു സിനിമ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവം നടത്താനുള്ള ഒരു മാനസിക അവസ്ഥയിൽ മാത്രം നമ്മുടെ ഈ ഒരു ഇത് മാറി. ഞാൻ ഇന്നലെ ഇതുകൂടി ഞാൻ പറഞ്ഞു വെക്കാം. ഞാൻ ഇന്നലെ അല്ല, ഈ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം ബാലാവകാശ കമ്മീഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങള് ഒരു 2 മാസം മുന്നേ തന്നെ ഈ സ്കൂളുകളിൽ വലിയൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. ഞാൻ ആലോചിച്ച് സർക്കാർ ഇവിടെ ലഹരി ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ കുറിച്ച് പോലീസിന് സൂചന ഇല്ലാന്ന് പറഞ്ഞ നോണയാണ്. ഇപ്പൊ പോലീസ് മാധ്യമങ്ങളൊക്കെ ഒരു ക്യാമ്പയിനായിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇല്ലാണ്ടാവും. അതെ, ഇത് കുറെ ചാനൽ, ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ ന്യൂസിന്റെ കണ്ടു, ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇത് ഞാൻ കാര്യം പറയട്ടെ, ഇപ്പോ ഈ ഷഹബാസ് ആയാലും അഫാൻ ആയി കഴിഞ്ഞാലും ഈ വാർത്ത നാളെ മറ്റേതെങ്കിലും ഒരു വാർത്ത ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, ചൈനയിലെ MBBS പഠനത്തിന് വേണ്ടി ഒരു കുട്ടിനെ അച്ഛൻ പറഞ്ഞയച്ചു. അവൻ 1 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നാട്ടിൽ വന്നു. അപ്പൊ എന്താ ഇനി പോവാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലേക്കും വരുന്നു. ഇപ്പൊ ഷഹബാസ്, അഫാന് പേരുകൾ ഇങ്ങനെ മാറി വരുന്നല്ലാതെ നാളെ ആരാണ് ഇന്ന് ആരാണെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിന്റെ അവസ്ഥ മാറി. ഞാൻ ഇതേപോലെ തന്നെ ഒരു പ്രമുഖ ചാനൽ, ആ ചാനലിന്റെ പേര് പറയുന്നതിന് കുഴപ്പമില്ല, ഏഷ്യനെറ്റ് ന്യൂസ് കാണിക്കുന്നു. ഇതൊക്കെ നോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട്, ഈ നോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം, അവരിത് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കൂടുതൽ ATM കാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയാ, സിനിമ കണ്ട് ഇതൊക്കെ നമുക്കും ബോധവാന്മാരാണ്. ഇതൊന്നും അല്ല പറയേണ്ടത്. മാധ്യമ പ്രവർത്തകരാവും. നമ്മുടെ ആ മരിച്ച വീട്ടിൽ പോയിട്ട് ഫർസാനയുടെ വീട്ടിൽ പോയിട്ട് പോയ റിപ്പോർട്ടർ ചെയ്ത റൈസ് ഉണ്ടല്ലോ, അതിനൊക്കെ പോലത്തെ കഥല്ലാത്ത മാധ്യമ പ്രവർത്തകരാണ്. അതിലെടുത്ത് പറയേണ്ടത് ആ മീഡിയ വണ്ണിലെ അത് നല്ല. പക്ഷെ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ അറിയോ, ഈ രീതിയിലേക്ക് സമൂഹം അധപ്പതിച്ചു, പ്രത്യേകിച്ച് യുവതലമുറ. നമ്മളിരുന്ന് സംസാരിക്കാൻ ഇതിനിപ്പോ എന്താണ് ഒരു സൊല്യൂഷൻ? ഇത് കാണുന്ന പ്രേക്ഷകരോടും നമുക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം അതാണ്, ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇത്തരം ഉൽപ്പന്നങ്ങള് ലഭിക്കുന്ന ലഭ്യത എന്താക്കണം,
ഇല്ലാതെ. അത് എവിടെയാണ് നമ്മൾ കട്ട് അത് ചെയ്യാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെയ്യേണ്ട പണിയാണ്. അല്ലാതെ ഇവിടുത്തെ നമ്മൾ സാധാരണ ഞാൻ പറയട്ടെ, ഇപ്പൊ കുട്ടികള് ട്യൂഷൻ സെന്ററുകളിൽ ഇത്തരത്തിൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ആൾക്കാരടക്കം ഇതിൽ പ്രതികളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ ഇത് പറയുമ്പോ എല്ലാവരും എല്ലാ ട്യൂഷൻ സെന്റേഴ്സിന്റെയും ആളുകളേക്കാണ് പോകുന്നത്. എല്ലാ ആളുകളെയും കുറ്റപ്പെടുത്തുന്ന രീതിയാണ് കാണുന്നത്. ഞാൻ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നത്, നമ്മളെ ചുറ്റുപാടത്ത് സ്കൂളുകൾ ഉണ്ട് എങ്കിൽ ആ സ്കൂളിനെ കേന്ദ്രീകരിച്ച് ഒരു ടീമിനെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് പോലീസും അതേപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും കൂടിയിട്ട് ഒരു വോളണ്ടിയേഴ്സ് ടീമിനെ ഉണ്ടാക്കിയിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്കിങ് ഓരോ ദിവസവും നടത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞൊരു കഥയാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ഒരുപാട് ഇതേപോലെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ അത് പിടിക്ക്. എനിക്കത് ഞാൻ കണ്ടിട്ടില്ല, അവനത് കണ്ട പോലെയാണ് പറയുന്നത്. അപ്പൊ കണ്ടതുപോലെ എന്തിനാണ് ആക്രമിക്കും എന്നുള്ള ഈ സംഘം, ലഹരി സംഘത്തിന്റെ ആക്രമണം, ലഹരി സംഘത്തിന്റെ അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടെങ്കിൽ അതിനുള്ള സുരക്ഷ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുക്കുന്നുണ്ടല്ലോ. ഞാൻ പറയാം, പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇത് ഞാൻ പറയുന്നത് ഇതൊരു ടീം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികള്, യുവജന സംഘടനകൾക്കൊക്കെ ഇതറിയാം. അവർക്ക് നാട്ടിലൊക്കെ ഇപ്പൊ CPM ആവട്ടെ, വലിയൊരു ക്യാമ്പയിൻ മുന്നോട്ട് വലിയ ക്യാമ്പയിന്. പക്ഷെ ഇവർക്കൊരു ഇതിനെതിരെ ക്യാമ്പയിൻ നടത്താൻ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ശക്തി കൊണ്ട് ഇതിനെ അടിച്ചൊതുക്കുവാനും ഇല്ലാതെയാക്കാനുള്ള ഒരു ശക്തി ഈ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കണം. അതിന് എന്ത് ചെയ്യണം, അങ്ങനെ അവരെ പോലീസ് എന്ത് ചെയ്യണം, ആ ജനങ്ങളുമായിട്ട് സഹകരിച്ചിട്ട് ഈ രീതിയിൽ ശ്രമിച്ചു. പോലീസ് ജനങ്ങളുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ടീം തന്നെ ഉണ്ടാക്കണം, ഓരോ സ്കൂളിനെ കേന്ദ്രീകരിച്ച്. അതേപോലെ തന്നെ ആ നാട്ടിനെ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ ഭാഗത്ത് നോക്കുമ്പോൾ കോസ്റ്റൽ ഏരിയാസിലൊക്കെ നഗരങ്ങളിലും എല്ലായിടത്തും താമരശ്ശേരി മലയോര പ്രദേശം. ഇവിടെ എന്താ സംഭവം, സിനിമകളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പം പല സിനിമകൾ ഇറങ്ങിയില് അതിൽ ആക്രമണോത്സുകത, അതായത് അറ്റാക്കിങ്ങിനെ, ഒരു നായകനാണെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമ തന്നെ നമുക്ക് എടുക്കാം. മാർക്കോ എന്ന് പറയുന്ന സിനിമ വെറും കൊലപാതകം മാത്രമാണ് അതിൽ കാണിക്കുന്നത്. ഒരു കൊലപാതക സീരീസ് മാത്രമാണ്. ആരാണ് കൊല്ലണത്? നായകനാണ് കൊല്ലുന്നത്. നായകൻ എന്തിനാണ് കൊല്ലുന്നത് ശരിക്കും പറഞ്ഞ അവസാനമാക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്വന്തം കൂടപ്പുറപ്പിനെ എല്ലാവരെയും കൊല്ലുന്ന സമയം വരെ ഈ നായകൻ മറ്റേ അടി കൊണ്ട് തളർന്ന അവശയായിട്ട് കിടക്കണം. അങ്ങനെ എല്ലാരെയും കൊന്നിട്ട് ഒരാളെ മാത്രം ബാക്കി വെച്ചിട്ട് ഈ പെട്ടെന്ന് ഈ നായകൻ ഒരു ബോധോദയം വരികയാണ്. അങ്ങനെ ആ നായകൻ ബോധോദയം വന്നിട്ട് നേരെ പോയിട്ട് കുളിച്ച് ഷൂട്ട് ഇട്ടിട്ട് കൊല്ലാൻ നടക്കാണ്. ഇതാണ് ഇതിന്റെ അവസാനം. ഈ സിനിമ തന്നെയായിരിക്കും ഈ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അഫാന് സ്വാധീനിച്ചിട്ടുണ്ടാവുക. അല്ല, എന്നിട്ട് കുഴിമന്തി കഴിച്ച് ജ്യൂസ് കുടിച്ച് മദ്യപിച്ച് അവൻ പറഞ്ഞെന്താ അറിയോ, രണ്ടുപേരും കൂടി കൊല്ലാണ്ടായിരുന്നു. ആര്? ഇവനക്ക് പൈസ കൊടുത്ത, പലിശക്ക് കാശ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവർ കാശ് ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നു, പലിശ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവരും കൂടി കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അനിയനെ കൊന്നത് ഇവനെ ആകെ മാനസികമായി തളർന്നു അവന്. അപ്പൊ ഇനി ആരും കൊല്ലാനുള്ള അവസ്ഥ ഉണ്ടായില്ല. ഈ രീതിയിൽ ഇതൊക്കെ നോക്കും. നമ്മളിപ്പോ സംസാരിക്കണത് വടക്കേക്കാടിന്റെ അടുത്തുള്ള വയലത്തൂരിനുള്ള ഒരു പ്രാന്ത പ്രദേശത്ത് അല്ലെ, അമേരിക്കനെ കൂട്ടാ. ഇവിടെ തന്നെ അല്ലേ ഒരു വലിയമാനും കൊന്നത്. ഈ കൊന്നവർക്ക് എന്താണ് ശിക്ഷ ലഭിക്കുന്നത് എന്നുള്ളതാണ് കൊലം. ഇതിലൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പോ ഇന്ത്യൻ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷ അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഇത്രയാണ് എന്നടക്കം ആ കുട്ടികൾ പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. ഞാനപ്പോ ഇൻസ്റ്റാ പേജിൽ ആ കുട്ടികൾ പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയുള്ള അവർക്ക് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള അവരുടെ ബഹുമാനവും പേടിയും ഒക്കെ. ചിലര് പറയണതേ, പണ്ട് സ്കൂളുകളില് അധ്യാപകരെ പേടിച്ചിട്ടെങ്കിലും കുട്ടികള് ഇങ്ങനെ ഈ രീതിയിലുള്ള. അതെ ഒന്നും വേണ്ട, നമ്മള് ഈ രാവിലെ കളിക്കാൻ പോയിരുന്നു, അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ കളിക്കാൻ പോകും. ഈ ഉച്ചക്ക് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 6-7 മണി സമയത്ത് വീട്ടിലേക്ക് കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഒക്കെ കയ്യിൽ ഇത് എപ്പോഴും ഉണ്ടാവും 2 വര കിടക്കുന്നുണ്ടാവും. 2 വര ഇവിടെ കിടക്കുന്നുണ്ടാവും. കാരണം വെച്ചാല് അതെന്താന്ന് വെച്ചാല് അത് അതുകൊണ്ടാണ് അന്ന്, അതായത് മാതാപിതാക്കളോടൊരു ഭയം ഉണ്ടായിരുന്നു, അധ്യാപകരോടൊരു ഭയം ഉണ്ടായിരുന്നു. ബാറ്റും സ്റ്റമ്പൊക്കെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കുറ്റം ചെയ്താല് ശിക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ബോധം അന്നത്തെ തലമുറക്ക് ഉണ്ടായിരുന്നു. ഇന്ന് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള നിയമപരമായ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഒരു സ്റ്റാറ്റസ് കണ്ടെന്ന് പറഞ്ഞാല് പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. അത് വലിയൊരു വിഷയമാണ്. പാരന്റിങ്ങിന്റെ പ്രശ്നം മാത്രമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഇന്നിപ്പോ കുട്ടികളെ
അടിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. പക്ഷെ ഇന്ന് കുട്ടികൾ അടിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ വളരെ മോശമായി പോവുകയാണ്. അല്ല, അടി എന്നുള്ളത് ഒരു എം.എൻ. വിജയൻ മാഷ് പറഞ്ഞ പോലെ അതെ, ഈ അച്ചടക്കൽ എങ്ങനെ പുറത്താക്കല്, അടിക്കലൊക്കെ അത് ആ സിസ്റ്റം ശരിയല്ലാത്ത സ്ഥലത്താണ്. പാരന്റിങ്, നല്ല പാരന്റിങ്ങളോട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കൾ എന്നുള്ളാല് അവര് ഇപ്പൊ മക്കളോട് നല്ല അധ്യാപകർക്ക് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. തറപ്പിച്ച് അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ അത്തരത്തിലൊക്കെ ഒരു ബഹുമാനം ഇതെന്താണെന്നറിയോ, എല്ലാ വീട്ടിലെയും ഇപ്പൊ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ചിന്തിക്കുന്നു. ഇതുപോലെ ചിന്തിക്കുന്ന വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അഫാന്. അതെ, ഈ ഷഹബാസിനെ താമരശ്ശേരി ഭാഗത്ത് അടിച്ച ആ പ്രദേശത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ തലക്കഥ, ആ കുട്ടിയുടെ തല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോന് 10-15 വയസ്സുണ്ടാവുള്ളൂ. അതിന്റെ തലക്കടിച്ചിട്ട് ആ കുട്ടി വീട്ടിൽ വന്നിരുന്നിട്ടേ ഉമ്മാട് പറഞ്ഞിത്രേ, ഉമ്മ തല വലുതാവണം. അപ്പൊ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയണത് തലച്ചോറടക്കം എന്ത് ചെയ്തു, പരിക്ക് പറ്റിയെന്ന്. ക്രൂര. എന്നിട്ട് ആ കുട്ടികൾക്ക് SSLC പരീക്ഷ എഴുതണം പറയാം. ആർക്ക്? ഈ പഹയന്മാർക്ക്. കുട്ടികളെ SSLC പരീക്ഷ എഴുതിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പരാജയം. എന്തിനാണ് അത്തരം കുട്ടികൾ എഴുതണ്ടായെന്ന് തന്നെയാണ്. അവര് ദുർഗുണ പാഠശാലയിൽ പോയിട്ട് പരീക്ഷ എഴുതട്ടെ, അവര് ജുവൈനൽ ഹോമിൽ അവരെ കൊണ്ടിടട്ടെ. അവര് കുറ്റം ചെയ്തവരാണ്, അല്ല അവർ മനഃപൂർവ്വം കുറ്റം ചെയ്തവരാണ്, അല്ലാതെ എന്താ പറയാ അറിയാതെ സംഭവിച്ചതല്ല. അവര് പ്ലാനഡ് ആയിരുന്നു. അവന്റെ തല ഞാൻ അവനെ കൊല്ലൂന്നാണ് ആ ക്രിമിനൽ പയ്യൻ പറയണത്. ക്രിമിനൽ ഇതൊരിക്കലും ഞാനിപ്പോൾ അവരെ ഞാൻ ഒരിക്കലും ഒരു കുട്ടിയുടെ മനോഭാവത്തോട് കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവര് ക്രിമിനലുകളാണ്. അവരെ വളർത്താൻ അനുവദിക്കരുത്. അവരെ വാപ്പാരെ കയ്യിൽ കാശുണ്ടാവും, ചില വാപ്പ പോലീസുകാരനാവും, അവർക്ക് പല എന്ന അവസരങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇത്തരക്കാരൻ ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം നൽകരുത്. അവർ ക്രിമിനലുകളാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ട് അവർക്ക് സ്വയം മനസ്സിലാവണം എന്ത് ഞങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടണം. എന്റെ അഭിപ്രായത്തിൽ അവർക്കൊന്നും വിട്ടുവീഴ്ച ചെയ്യും. ഒരു രീതിയിലും വിട്ടുവീഴ്ച ഈ രീതിയിലുള്ള അഫാനെ പോലുള്ളവരായാലും പല സ്ഥലങ്ങളിലും ലഹരിക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളാവട്ടെ നാട്ടുകാരാവട്ടെ കൊന്നൊടുക്കുന്നവർക്ക് ജാമ്യം നൽകരുത്. സമൂഹത്തിൽ ഇവരെ മാറ്റി നിർത്തപ്പെടണം. എല്ലാ തലങ്ങളിലും സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെടണം എന്ന് തന്നെയാണ്. മാറ്റി നിർത്തപ്പെടണം, അവര് തെറ്റ് തിരിച്ചറിയുന്ന ഒരു ഘട്ടം വരെ. വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് മഹല്ല് കമ്മിറ്റി അടിസ്ഥാനത്തിലൊക്കെ ഞാൻ പറയട്ടെ, മഹല്ല് കമ്മിറ്റി അടിസ്ഥാനത്തിലൊക്കെ ഇത്തരം ബോധവൽക്കരണം വീടുകളിലേക്ക് എത്തണം. അതേപോലെ തന്നെ അമ്പല കമ്മിറ്റികള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സർക്കാരാണ് ചെയ്യേണ്ടത്. അല്ല, സർക്കാരിന്റെ സമാന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. മഹല്ല് കമ്മിറ്റിക്ക് ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അമ്പല കമ്മിറ്റിക്ക് എന്ത് ചെയ്യാനാ ചുക്കും? അവർ പറഞ്ഞാൽ കേൾക്കോ? സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്തതിനെ പള്ളിയിലത്തെ ഉസ്താദ് എന്ന് പറഞ്ഞവരെങ്ങനെ കേൾക്കാം? പക്ഷെ സർക്കാർ സംവിധാനം എന്ന് പറയാം, യോദ്ധാവ് എന്ന് പറയുന്ന ഒരു പദ്ധതി കുറെ കാശ് ചെലവാക്കി നടത്തുന്ന ഒരു പദ്ധതിയാണ് യോദ്ധാവ്. ആ യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി ഇന്ന് എവിടെ വന്ന് കിടക്കും? എന്തു പദ്ധതി ആയിട്ടും കാര്യമില്ല. ഇവിടെ അവൈലബിലിറ്റി കുറക്കണം. ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. വിദേശത്ത് നിന്ന് എന്താ ഇത് വൻതോതിൽ മയക്കുമരുന്നുകൾ ഇറക്കപ്പെടുന്നു. കേരളത്തിൽ ഇതെത്തുന്നുണ്ടെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ, പോലീസ് വിചാരിച്ചാൽ, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇതിന്റെ വേറെ ഇറക്കാൻ പറ്റും. ഒരു MDMA ഉപയോഗിച്ച് ഒരു ചെറിയ പയ്യനെ പിടിച്ചാൽ അടുത്ത് നിൽക്കണം, അവനക്ക് ധാരാളം കൊടുത്തെന്നാണ് അന്വേഷിക്കേണ്ടത്. ആ രീതിയിലേക്ക് ഇപ്പോ ഒരു ആവേശം വന്നിട്ടുണ്ട്. ഈ ആവേശം നിലനിർത്തണം. ആവേശം നിലനിർത്താൻ പോലീസിന് സപ്പോർട്ട് ചെയ്യണം. ലഹരി മരുന്ന് മാഫിയ സംഘങ്ങളെ ഒറ്റപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വിപത്തിനെ നമ്മൾ ഇതെല്ലാവരും കൂടിയിട്ട് ഒരു ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് വേണം ഇതിനെ പറ്റി മുന്നോട്ട് പോകാൻ. തീർച്ചയായും.